എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ പാവർട്ടി എന്ന സ്ഥലത്തു കൂടിയാണ്. ഇന്നാണ് ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ. അപ്പോൾ രാവിലെ ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തുമുള്ള ടൗൺ ഏരിയ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പാവർട്ടിക്ക് ഈ പേര് വന്നതിൽ രസകരമായ പല കഥകളുമുണ്ട്. അതിലൊന്ന് അച്ചുറൊട്ടിക്ക് ആന്ധ്രക്കാർ പറയുന്ന പാവറൊട്ടി എന്നതിൽ നിന്നാണ്. ഈ നിർമ്മാണത്തിനായി ആന്ധ്രയിൽ നിന്നും വന്നവർ തദ്ദേശവാസികളുമായി ബന്ധം സ്ഥാപിക്കുകയും അവർ പറഞ്ഞിരുന്ന പാവറൊട്ടിയിൽ നിന്നും പാവറൊട്ടി എന്ന പേരുണ്ടായിരുന്നുവെന്നാണ് ഒരു കഥ. എന്നാൽ തുണി നെയ്ത്ത് ഉപതൊഴിലായി സ്വീകരിച്ചിരുന്ന ഇവിടുത്തെ നെയ്ത്തുകാരുടെ സാന്നിധ്യമാണ് പാവറട്ടി എന്ന പേരിന് ആധാരം എന്ന് പറയപ്പെടുന്നുണ്ട്. നെയ്ത്തുകാർ തുണി നെയ്യുന്നത് ഊടും പാവുമിട്ടാണല്ലോ. പാവറട്ടിയിലെ നെയ്ത്തുകാർ പാവ് ഇരട്ടിയായി ഉപയോഗിച്ച് നല്ല ഇനം തുണികൾ നിർമ്മിച്ചത് മൂലമാണ് പാവറട്ടി എന്ന പേര് രൂപാന്തരം പ്രാപിച്ചത് എന്നും കരുതപ്പെടുന്നു. അത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. പള്ളിയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. പള്ളിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല ഉയരത്തിലുള്ള കൊടിമരം നമുക്ക് കാണാവുന്നതാണ്. ഹരിതാഭയേകുന്ന പ്രകൃതി ഭംഗിക്ക് നടുവിൽ നിൽക്കുന്ന ഈ പള്ളി കാണുന്നത് തന്നെ ഒരു മനോഹര കാഴ്ചയാണ്. സന്ധ്യയ്ക്ക് ഇവിടെ വന്ന് കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതുന്നു. പാവർട്ടി വിശുദ്ധ പിതാവിൻ്റെ പെരുന്നാൾ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളി പെരുന്നാൾ കാണാൻ വരുന്നത്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പള്ളിയിലേക്ക് നടക്കുന്നതിനിടയിലാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി ഒരുക്കിയ വേദിയിൽ പഞ്ചാരി മേളം അരങ്ങ് തകർക്കുന്നു. കണ്ണിനും കാതിനും ഒരു ഉത്സവം തീർക്കുകയാണ് ഈ കലാകാരൻ.
മറ്റുള്ള പെരുന്നാൾ കാഴ്ചകളും കാണണമല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും വേഗം നടന്നു. മഴക്കാറും കാണുന്നുണ്ട്. മഴയെത്തുന്നതിന് മുമ്പേ പള്ളിയിലെത്തണം. വഴി നീളെ തോരണങ്ങളും വർണ്ണവിളക്കുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. രാവിലെ കാണിച്ചു തന്ന കമാനം വർണ്ണവിളക്കുകൾ കൂടിയായപ്പോൾ വളരെ മനോഹരമായി തോന്നി. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസുകൾക്കും മറ്റും അനുവദിക്കുന്ന പ്രത്യേക സചിത്രമുദ്ര പാവർട്ടിപ്പള്ളിക്ക് 1996 മെയ് 13 മുതൽ അനുവദിച്ചിട്ടുണ്ട്. ഈ ബഹുമതി ലഭിക്കുന്ന കേരളത്തിലെ 3ാമത്തെ ക്രിസ്ത്യൻ ആരാധനാലയമാണ് പാവർട്ടിപ്പള്ളി. മലയാറ്റൂർ പള്ളിയും ഭരണങ്ങാനം പള്ളിയുമാണ് മറ്റ് 2 ആരാധനാലയങ്ങൾ. പള്ളിയിലേക്ക് കടക്കുന്നതിനുള്ള വേറൊരു വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയാണ് ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചത്. ധാരാളം ആളുകൾ പെരുന്നാൾ കൂടുന്നതിനായി പോകുന്നുണ്ട്. വെള്ളി നിറത്തിലുള്ള തോരണങ്ങൾ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം കൂടിയായപ്പോൾ ഒന്നുകൂടി വെട്ടിത്തിളങ്ങി. ഞങ്ങൾ പോകുന്ന വഴിയുടെ വലതുവശത്തായാണ് ഇവിടുത്തെ കോൺവെൻറ്റും പിന്നെ പള്ളിക്ക് കീഴിലുള്ള സ്കൂളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആ കാഴ്ചകളും ഈ വഴിക്ക് വന്നതിനാൽ കാണുവാൻ സാധിച്ചു. നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ പള്ളിയുടെ കീഴിലുള്ള സാൻറ് ജോസ് ഹോസ്പിറ്റൽ ഈ വഴിയുടെ ഇടതുവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ അത് കാണുന്നതാണ്. രാവിലത്തെ വീഡിയോയിൽ ചിലപ്പോൾ അത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാണുന്നത് സ്കൂളിൻ്റെ അങ്കണമാണ്. ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ പള്ളിക്ക് കീഴിലുണ്ട് ഇപ്പോൾ. ഇത് പള്ളിമേടയുടെ മുറ്റമാണ്. ഇവിടെയെല്ലാം ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു അല്ലേ. മനോഹരമായ ഒരു ഉദ്യാനവും ഇതിന് സമീപത്തുണ്ട്. കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ല ഭംഗിയിൽ ദീപാലങ്കാരങ്ങൾ. പെരുന്നാൾ കാണാനെത്തിയിരിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ നിങ്ങൾ പാവർട്ടിക്കാർ തന്നെയാണോ? തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാ വർഷവും പെരുന്നാൾ കൂടാറുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ വിദേശത്തായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തോയ്ക്കാവുന്ന പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്ഥലം. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് പള്ളിയിലത്തെ ഉത്സവത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഈ പെരുന്നാൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം വലിയ പെരുന്നാളല്ലേ. അപ്പോൾ ഫാമിലി ഞങ്ങൾ ഇടവക വേറെ ആണെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടംപോലെ വിരുന്നുകാരൊക്കെ വരാറുണ്ട് ഈ പെരുന്നാൾക്ക്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കണ്ടുവരുന്നൊരു പെരുന്നാളാണ്. അതുപോലെ തന്നെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ടില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ആകാംക്ഷയോടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ. മഴ പ്രശ്നമാകുമോ എന്ന് അറിയില്ല. പിതാവിനോട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗംഭീരവും ഉഷാറാവും. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ബാബു എന്നാണ്. ബാബു. സൈന. മക്കൾ വരുന്ന അനക്ക. എന്താ പഠിക്കണേ? ഞാൻ 12th. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പം മറക്കണ്ട എല്ലാവരും അമ്മൂസ് ട്രാവലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുലാഭാരം വഴിപാടുമുണ്ട്. ഇതൊക്കെ നോക്കൂ, കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാര കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ധാരാളം ആളുകൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു.
ഈ കാണുന്നത് വൈദിക മന്ദിരമാണ്, അതായത് പള്ളിയിൽ അച്ഛനൊക്കെ താമസിക്കുന്ന സ്ഥലം. അതിന് തൊട്ട് വലതുവശത്തായിട്ടാണ് ഓഫീസ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ബിൽഡിങ്. ഇതാ ഞാൻ പള്ളിയുടെ മെയിൻ അങ്കണത്തിലെത്തി. എന്താ ദീപക്കാഴ്ചകളുടെ മായപ്രപഞ്ചല്ലേ! ആരായാലും നോക്കിയിരുന്നു. അത്രയ്ക്ക് ഭംഗിയുള്ള ദീപക്കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ദീപക്കാഴ്ചകൾ കാണുന്നതിന് നമുക്ക് കുറച്ച് പള്ളി ചരിത്രം കേട്ടാലോ. ആദ്യം ഇവിടെയുള്ള ക്രൈസ്തവർ ചിറ്റാറ്റുകര ഇടവകയുടെ കീഴിലുള്ള പള്ളിയിലാണ് പോയി പ്രാർത്ഥിച്ചിരുന്നത്. ദൂരെ കൂടുതൽ കാരണം തിരുക്കർമ്മ ചടങ്ങുകളുടെ സമയം അല്പം ദീർഘിപ്പിക്കണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചു. ഇവരുടെ അഭ്യർത്ഥന ചിറ്റാറ്റുകരയിലെ പള്ളി ഉദ്യോഗസ്ഥർ അവഗണിച്ചതിനാൽ ഇവർ സ്വന്തമായൊരു പള്ളി പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. 1876 ഓശാന ഞായറാഴ്ചയിൽ വേദനാജനകമായ ഒരു അനുഭവമാണ് പാവകട്ടി ഇടവകയിലെ ക്രൈസ്തവർക്ക് അനുഭവപ്പെട്ടത്. എന്തു വന്നാലും പെസഹ വ്യാഴാഴ്ച ഈ നാട്ടിൽ തന്നെ തിരുക്കർമ്മങ്ങൾ നടത്തണമെന്ന് അവർ തീരുമാനിച്ചുറച്ചു. അങ്ങനെ അവർ പാലയൂർ പള്ളിയിലേക്ക് പോവുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പാലയൂർ പള്ളിക്ക് ജന്മാവകാശമുണ്ടായിരുന്ന ഭൂമിയിൽ ഒരു പള്ളി പണിയുന്നതിന് അവിടെ നിന്ന് അനുവാദം ലഭിച്ചു. അവിടെ നാട്ടുകാരുടെ പരിശ്രമഫലമായി താൽക്കാലികമായ ഒരു പനമ്പ് കൊണ്ട് മറച്ചൊരു ദേവാലയം നിർമ്മിച്ചു. 1876 ഏപ്രിൽ 13 അന്നത്തെ പെസഹ വ്യാഴാഴ്ച ഈ ദേവാലയം വിശുദ്ധീകരിക്കുകയും അതിനുശേഷം ദേവാലയം പലതവണ പുതുക്കിപ്പണിതാണ് ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയത്. പോർച്ചുഗീസ് മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. വിശുദ്ധ പിതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ ഈസ്റ്ററിന് ശേഷം വരുന്ന 3ാമത്തെ ഞായറാഴ്ചയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിപ്പെരുന്നാളുകളിൽ ഒന്നാണ് ഇത്. ഈ വർഷം നടക്കുന്ന 145ാമത്തെ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നുന്നു. കൊറോണ കാരണം മൂലം 2020 പെരുന്നാൾ ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ കഴിഞ്ഞ് 3ാം ഞായറാഴ്ച എന്ന് പറയുന്നതിനാൽ ഒരു പ്രത്യേക തീയതി കണക്കാക്കാനാവില്ല. എന്നാൽ മിക്കവാറും തൃശ്ശൂർ പൂരത്തിനോടടുത്ത ദിനങ്ങളിലായിരിക്കും ഈ പള്ളിപ്പെരുന്നാളും ഉണ്ടാവുക. ചിറ്റാറ്റുകര പള്ളിയിൽ ജനുവരിയിലാണ് പെരുന്നാളാഘോഷം. ഇവിടെ ഗംഭീര വെടിക്കെട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാൾ ആഘോഷത്തോടെ അവരെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് പൂർവികരുടെ നിശ്ചയദാർഢ്യവും മത്സരബുദ്ധിയുമായിരുന്നു. കൂടാതെ തൃശ്ശൂർ പൂരത്തിന് 8 ദിവസങ്ങളിൽ വരുന്ന തിരുനാൾ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഗംഭീരമാക്കണമെന്ന് പണ്ടുള്ളവർ തീരുമാനിച്ചു. അതുകൊണ്ട് വെടിക്കെട്ടും വിശുദ്ധ യോസേഫിന്റെ വളരെ മനോഹരമായി തന്നെയാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഇതിനുള്ള ഇവ കണ്ടെത്തുന്നത് പ്രാർത്ഥനാ സമുദായങ്ങൾ രൂപീകരിച്ച് ദിവസപ്പിരിവെടുത്തും വിവിധ തിരുനാൾക്കുകൾ നടത്തിയും നാനാജാതി മതസ്ഥരിൽ നിന്നും കേരഫലങ്ങളും സംഖ്യയും സംഭാവനയായി സ്വീകരിച്ചും കൊണ്ടാണ്. നാനാജാതി മതസ്ഥരും പങ്കുചേരുന്ന ഈ ആഘോഷം ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. എല്ലാ വീടുകളിലും അന്യദേശത്തു നിന്ന് പോലും വിരുന്നുകാരെത്തുന്നു. നല്ല ഭംഗിയുള്ള വർണ്ണക്കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന ആഹ്ലാദം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് മഴ പെയ്യരുതേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ മഴക്കാറ് ഇരുണ്ട് കൂടുന്നുണ്ട്. വർണ്ണക്കാഴ്ചകളെല്ലാം ഒരുവിധം ക്യാമറയിൽ പകർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മഴ പെയ്യുന്നതിന് മുമ്പേ പള്ളിയിൽ ഒരു സ്ഥലത്ത് സ്ഥാനം പിടിക്കാമെന്ന് കരുതി ഞങ്ങൾ പള്ളിയുടെ മുൻവശത്തേക്ക് കയറി. വീഡിയോ കിട്ടാം, ഞാൻ പറ്റില്ല. അവിടെയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. പെരുന്നാൾ കൂടാനെത്തിയവരും പ്രാർത്ഥനയ്ക്കായി എത്തിയവരുമായി വിവിധ മതസ്ഥരുടെ നല്ല തിരക്ക്.
അവരുണ്ടല്ലോ വെള്ളത്തി വരുമ്പോൾ നല്ല രസമുണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക, ദേവാലയത്തിൽ ദൈവബലി നടന്നുവരികയാണ്. നിയമങ്ങൾക്ക് ശേഷം ഐതിഹാസികമായ കൂടുതുറക്കൽ ശുശ്രൂഷ. ഈശ്വര ജോസഫ് പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥന മന്ത്രം അഭ്യങ്ങളിൽ ഇവിടുന്ന് പ്രധാനങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് കൂടുതുറക്കൽ ശുശ്രൂഷ കർമ്മം നടത്തപ്പെടുകയാണ്. അതിനെ തുടർന്ന് ഫാൻസി വെൽക്കെട്ട്, തുടർന്ന് നടക്കൽ മേളം. ദേവാലയത്തിന്റെ തിരുവനന്തപുരത്ത് പ്രത്യേക സജ്ജമാക്കിയ സ്റ്റേജിൽ നടക്കൽ മേളം ഉയർന്നു. നടക്കൽ മേളത്തിന് എത്തിച്ചേർത്തിട്ടുള്ള മേള കലാകാരന്മാർ മുഴുവൻ ഭക്തജനങ്ങൾക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ വഴിപാട് ടിക്കറ്റുകളും പള്ളിയുടെ വടക്കം ഭാഗത്തുള്ള കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ഭക്തരുടെയും വിശുദ്ധ നിഗമ കഴിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അത് വേണ്ടതിൽ പ്രയോജനപ്പെടുത്തുവാൻ. പേരെന്താ? എല്ലാ പെരുന്നാളിനും വരാറുണ്ടോട്? സ്ഥലം എവിടെയാ? ഏങ്ങണ്ടിയൂര്. അവിടെ തന്നെയാണ് ശരിക്കും സ്ഥലം. മുള്ളൂര്. പിന്നെ എവിടെയാണ് പഠിച്ചിരുന്നതെന്ന് തോന്നുന്നു അല്ലേ? കോൺവെന്റിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഒരു നോസ്റ്റാൾജി ഉണ്ടല്ലോ എവിടെ എത്തുമ്പോ. പിന്നെ ഇതാരാ? പേരക്കുട്ടിയാണ്. മോന്റെ പേരെന്താ?
ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, തിരക്ക് തുടങ്ങി. അപ്പം വാങ്ങുന്നതിനുള്ള ഭക്തരുടെ തിരക്കാണ് ഇവിടെ. മഴ ശക്തിപ്രാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും ഒരൽപ്പം നിരാശയിലാണ് ഇപ്പോൾ. മഴ കൂടുന്നത് കൊണ്ട് ചിലരെല്ലാം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ കയ്യിൽ കുടയുമില്ല, അതുകൊണ്ട് ഇപ്പോൾ പോകാൻ കഴിയില്ല. പ്രാർത്ഥനാഗീതം കഴിഞ്ഞ് പള്ളിക്കകത്തു നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എന്തായാലും പള്ളിക്കകത്തേക്ക് കയറാമെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ പള്ളിക്കകത്തേക്ക് കയറുകയാണ് ഞാനിപ്പോൾ. ഇനി നമുക്ക് പള്ളിക്കകത്തെ കാഴ്ചകൾ കുറച്ച് കാണാമല്ലേ. നല്ല കൊത്തുപണികളാൽ അലങ്കൃതമായ വാതിലുകൾ. ഞാൻ വീണ്ടും പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി.
പൂക്കൾ സമർപ്പിക്കുന്നതിനും വള സമർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ. നിന്ന് കാല് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വീണ്ടും പള്ളിക്കകത്ത് കയറി സ്ഥലം കിട്ടുമോ എന്ന് നോക്കി. അവിടെ ഒരു ഇരിപ്പിടം കിട്ടി, അവിടെ ഇരുന്നു. അപ്പോൾ പള്ളിക്ക് അകത്തെ ദൃശ്യങ്ങൾ കൂടുതൽ പകർത്താൻ കഴിഞ്ഞു. വലിയ വലിപ്പമുള്ള 2 ഫാനുകൾ അവിടെ കണ്ടു. വളരെയധികം വലിപ്പമുണ്ട് അതിൻ്റെ ലീഫുകൾക്ക്. മണി ഏകദേശം 10:30 ആയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മഴ കുറയുന്ന ലക്ഷണമില്ല. ഇനി എന്തായാലും വെടിക്കെട്ട് ആഘോഷമൊന്നും ഉണ്ടാകില്ല. ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും പള്ളിയിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ആറ്റുനോറ്റ് പള്ളിപ്പെരുന്നാൾ കാണാൻ വന്ന് മഴ മൂലം അതിൻ്റെ കാഴ്ച മുഴുവൻ കാണാൻ കഴിയാത്ത സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ മഴ ഒരൽപ്പം കുറഞ്ഞിട്ടുണ്ട്. സമയം 11:30 ആയി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ആളുകൾ ഇപ്പോഴും പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് തോൽക്കാവിൽ എത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ ഞങ്ങൾ യാത്ര തുടരുന്നു. ഈ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നത് വരേക്കും തൽക്കാലം വിട. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ ഇനിയും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകില്ലേ? അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. ഇനിയും വീണ്ടും കണ്ടുമുട്ടുന്നതിലേക്കും സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ PM കോങ്ങാട്ടിൽ. എല്ലാവരും ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിർത്തുന്നു.